ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗോവർദ്ധനയാഗം. കുട്ടികളെ, നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ ഒരു ലീല തന്നെയാണെന്ന് പറയാം. കഥ ഗോവർദ്ധനയാഗമാണ്. ഗോപന്മാരുടെ സമ്പത്ത് അവരുടെ പശുക്കളാണ്. പശുക്കൾക്ക് പുല്ലും വെള്ളവും ആഹാരവും എല്ലാം കൊടുക്കുന്നത് ഇന്ദ്രനാണെന്നാണ് ഗോപന്മാരുടെ വിശ്വാസം. അതുകൊണ്ട് ഇന്ദ്രൻ്റെ പ്രീതിക്ക് വേണ്ടി 6 വർഷം കൂടുമ്പോൾ യാഗം നടത്താറുണ്ട്. അങ്ങനെ അവർ ഇന്ദ്രയാഗം നടത്താൻ തീരുമാനിച്ചു. ഇത് കണ്ട് കൃഷ്ണൻ നന്ദഗോപരോട് എന്തിനാണ് ഈ യാഗം നടത്തുന്നതെന്ന് ചോദിച്ചു. ഭൂമിയിൽ വർഷാവർഷം മഴ പെയ്താലേ വെള്ളവും ആഹാരത്തിനുള്ള സാധനങ്ങളുമൊക്കെ ഉണ്ടാകൂ എന്ന് പറഞ്ഞു. മഴ പെയ്യ്ക്കുന്ന മേഘങ്ങളെ നിയന്ത്രിക്കുന്നത് ദേവേന്ദ്രനാണ്. അതുകൊണ്ടാണ് ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്താൻ യാഗം നടത്തുന്നതെന്ന് നന്ദഗോപർ പറഞ്ഞു. നമുക്കെല്ലാം ആഹാരം തരുന്ന ദൈവമാണെന്നും നമ്മുടെ കർമ്മഫലമനുസരിച്ച് അത് ലഭിക്കുമെന്നും കൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ പശുക്കൾക്ക് പുല്ല് നൽകി രക്ഷിക്കുന്നത് ഗോവർദ്ധന പർവ്വതമാണെന്നും അതിനാൽ ഗോവർദ്ധന പർവ്വതത്തിനാണ് യാഗം നടത്തേണ്ടതെന്നും ഭഗവാൻ പറഞ്ഞു. മകൻ പറഞ്ഞത് ശരിയാണെന്ന് നന്ദഗോപർക്ക് തോന്നി. ബാക്കിയുള്ളവരെല്ലാം ഇതേക്കുറിച്ച് സംസാരിച്ചു. അവരും അത് സമ്മതിച്ചു. അങ്ങനെ യാഗത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി. വിവിധ തരത്തിലുള്ള വാദ്യഘോഷങ്ങൾ, വർണ്ണപുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച തോരണങ്ങൾ, യാഗശാലകൾ മുതലായവകൾ കൊണ്ട് ഗോവർദ്ധന പർവ്വതം നന്നായി അലങ്കരിച്ചു. നല്ല സമയം നോക്കി യാഗം ആരംഭിച്ചു. എല്ലാവരും യാഗ അവസാനം പർവ്വതത്തെ പ്രദക്ഷിണം വെച്ച് തൊഴുതു. വന്നവർക്കെല്ലാം വിഭവസമർത്ഥമായ സദ്യ നൽകി. ദേവേന്ദ്രൻ്റെ അഹങ്കാരം നശിപ്പിക്കാൻ വേണ്ടിയാണ് കൃഷ്ണൻ ഇത് ചെയ്തത്. ഭഗവാൻ പർവ്വത രൂപത്തിൽ നിന്നിട്ട് പർവ്വതത്തിന് നൽകിയ ബലി ഒന്നാകെ ഭക്ഷിച്ചു. ഗോവർദ്ധനം നേരിട്ട് വന്ന ഹവിസും ബലിയും എല്ലാം സ്വീകരിച്ചെന്ന് വിശ്വസിച്ച് എല്ലാവരും സന്തോഷത്തോടെ തിരിച്ച് ഗോകുലത്തിലേക്ക് പോയി. തൻ്റെ പൂജ മുടക്കിയ വിവരം നാരദൻ മുഖാന്തരം അറിഞ്ഞ ഇന്ദ്രൻ കോപിച്ചു. കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് യാഗം മുടക്കിയതിനാൽ ഗോകുലം മുഴുവൻ നശിപ്പിക്കണമെന്ന് വിചാരിച്ച് മേഘങ്ങളെ വിളിച്ച് മഴ പെയ്തൊള്ളാൻ ദേവേന്ദ്രൻ പറഞ്ഞു. ഈ കൽപ്പന കേട്ട് മഴ തുടങ്ങി. ഇടിയും മിന്നലും കൊടുങ്കാറ്റും ശക്തമായ മഴയും തുടർന്നു. ഭൂമി മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. മരങ്ങളെല്ലാം കടപുഴകി വീഴാൻ തുടങ്ങി. രക്ഷയില്ലാതെ ഗോപന്മാരും ഗോപസ്ത്രീകളും കൃഷ്ണനെ അഭയം പ്രാപിച്ചു. ദേവേന്ദ്രൻ്റെ അഹന്ത നശിപ്പിക്കണമെന്ന് തീരുമാനിച്ച കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ ഒരു കൈകൊണ്ട് ഒരു കുട പോലെ പൊക്കിപ്പിടിച്ചു. സകല ജീവജാലങ്ങളെയും അതിൻ്റെ കീഴിലാക്കി സുഖമായി ജീവിച്ചു. 7 ദിവസം അങ്ങനെ അവരെല്ലാം സന്തോഷത്തോടെ ജീവിച്ചു. ഇത് കണ്ടപ്പോഴാണ് കൃഷ്ണൻ്റെ മഹത്വം ഇന്ദ്രൻ മനസ്സിലാക്കിയത്. നിവർത്തിയില്ലാതെ മേഘങ്ങളെയെല്ലാം പിൻവലിച്ചു. മഴ നിന്നു. ആകാശം തെളിഞ്ഞു. കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് എല്ലാ സാധനങ്ങളും എടുത്ത് ഗോപന്മാരും ഗോക്കളും പുറത്തിറങ്ങി. എല്ലാവരും വളരെയധികം ആഹ്ലാദിച്ചു. കൃഷ്ണനെ ജലം, പാൽ എന്നിവയാൽ അവർ പൂജിച്ചു. വിശിഷ്ട വാദ്യങ്ങളൊക്കെ മുഴക്കി ആഹ്ലാദം പ്രകടിപ്പിച്ചു. അതിനുശേഷം എല്ലാവരും ഗോകുലത്തിലേക്ക് പോയി. ദേവേന്ദ്രൻ തെറ്റ് മനസ്സിലാക്കി കാമധേനുവുമായിട്ട് വന്ന് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു. ദേവേന്ദ്രൻ ഗംഗാജലം കൊണ്ടും കാമധേനുവിൻ്റെ പാൽ കൊണ്ടും ഭഗവാനെ അഭിഷേകം ചെയ്തു. ദേവന്മാരും മുനികളുമെല്ലാം ഭഗവാനെ സ്തുതിച്ചു. അവരെ അനുഗ്രഹിച്ച് ഭഗവാൻ യാത്രയാക്കി. കുട്ടികളെ, അഹങ്കാരം ദേവേന്ദ്രനായാൽ പോലും ഭഗവാൻ അവനെ പാഠം പഠിപ്പിക്കുമെന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ അഭയം പ്രാപിക്കുന്നവരെ ഭഗവാൻ രക്ഷിക്കുമെന്നും കണ്ടല്ലോ. കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത കഥയുമായി വരാം. ഹരി ഓം തത്സത്ത്.